വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ പ്രവാസികൾ സംബന്ധമായിട്ടുള്ള വീഡിയോസൊന്നും അല്ല, ബിസിനസ് പരമായിട്ടുള്ള വീഡിയോസൊന്നും അല്ല. ഇന്ന് നമ്മുടെ വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചരിത്രപരമായ സംഭവത്തെ പറ്റിയിട്ടാണ്. ഏകദേശം 20,000-ഓളം വരുന്ന ജനങ്ങളെ തീയിട്ടും അല്ലാതെയൊക്കെ കൊന്ന ഒരു പ്രദേശത്ത്, ചരിത്രപരമായിട്ടുള്ളൊരു പ്രദേശത്തിരുന്നുകൊണ്ടാണ് ഇന്ന് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു സ്ഥലമാണ് നമ്മൾ പറയാൻ പോകുന്ന സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്തിന് കുറേ പ്രത്യേകതകളുണ്ട്, ഒന്നൊന്നുമല്ല ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പം നെജ്റാൻ എന്ന് നിങ്ങൾ അടിച്ചു നോക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്തു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടായിട്ട്, അല്ലെങ്കിൽ ഒരു ചരിത്രപരമായിട്ടുള്ള സംഭവ സ്ഥലമായിട്ട് നിങ്ങൾക്ക് ആദ്യം കാണിക്കുന്നത് ഇവിടെയുള്ളൊരു ഉഹ്ദൂദ് ആർക്കിയോളജിക്കൽ സൈറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതും ആ സൈറ്റിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതയൊന്നുമല്ല ഇവിടെ ഉള്ളത്. ഈ സ്ഥലത്ത് ഏകദേശം 20,000-ഓളം വരുന്ന ജനങ്ങളെ അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ട ഒരു സ്ഥലമാണ്. അവർ ഒരു മതത്തെ വിശ്വസിച്ചതിൻ്റെ പേരിൽ, ഒരു മതത്തെപ്പറ്റി അറിയാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഇവിടെയുള്ള ഒരു രാജാവ്, അന്ന് കാലത്തൊരു ജൂത രാജാവ്, ദൂൻവാസ് എന്ന് പറയുന്ന ഒരു രാജാവ്, അവരെ മൃഗീയമായി കൊല ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഈ സ്ഥലത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഒരുപാട് കഥകൾ പറയാനുണ്ട്. അപ്പം ഞാൻ എന്തായാലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോസിലൂടെ പരിചയപ്പെടുത്തി തരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്തിന് എന്താണ് നെജ്റാൻ എന്ന് പറയുമ്പോൾ തന്നെ പ്രധാനമായിട്ട് ഞാനിപ്പോൾ നമ്മുടെ കുറേ ബിസിനസ് വീഡിയോസുകളൊക്കെ നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും ഇപ്പോഴത്തെ കാലത്തിൽ ഏകദേശം 1600 വർഷങ്ങൾക്ക് മുന്നേ, അല്ലെങ്കിൽ 1800 വർഷങ്ങൾക്ക് മുന്നേ ഈ നെജ്റാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു കച്ചവട അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനൊക്കെ പറ്റിയ ഒരു മേഖലയായിരുന്നു. അപ്പോൾ അന്ന് ഈ സ്ഥലത്തിന് കുറേ യുദ്ധങ്ങളെ പറ്റിയും, അങ്ങനെ ഈ അത്രയും നല്ലൊരു മികച്ച ഒരു കമ്പോളം അല്ലെങ്കിൽ ഒരു കച്ചവട മേഖല, അല്ലെങ്കിൽ ആ കച്ചവടപരമായിട്ടുള്ള ഒരു രാജ്യത്തിന് പല രാജാക്കന്മാരും അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയും കുറേ കഥകൾ ഈ സ്ഥലത്തിന് നമ്മോട് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ സൗദി അറേബ്യയിൽ ജോലി വാങ്ങുന്നതിനും, അല്ലെങ്കിൽ ജോലി തിരക്കി വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണോ എന്നൊക്കെ വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ടും ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോസിലോട്ട് കിടക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോസിലോട്ട് കിടക്കുവാണ്. അപ്പോൾ ഈ സ്ഥലം ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു, ഏകദേശം 20,000-ഓളം ജനങ്ങളെ ചുട്ട് കൊല്ലപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സംഭവത്തിന് സാക്ഷിയായിട്ട് അങ്ങ് അകലെ കാണുന്ന ആ മലകളാണ്. ആ മലകളെന്ന് പറയുമ്പോൾ ഏകദേശം യമനുമായിട്ടൊക്കെ ബോർഡർ പങ്കിടുന്ന ഒരു മലകളാണ്. അവരാണ് കണ്ടിട്ടുള്ളത്. ഇന്നും സാക്ഷി അവർ മാത്രമാണ്. സംഭവങ്ങളെയൊക്കെ കണ്ടതിനും സാക്ഷി അവർ മാത്രമാണ്. അപ്പോൾ വളരെ വിഷമകരമായിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ ഓർത്ത്, അല്ലെങ്കിൽ അതൊക്കെ ഇനി അവസാന കാലം വരെയും കണ്ട് ഇരിക്കുന്ന ഒരു പർവ്വത നിരകളാണ് നമുക്ക് അപ്പുറമായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ഥലം നെജ്റാൻ എന്ന് പറയുമ്പോൾ തന്നെ 1800 വർഷങ്ങൾക്കൊക്കെ മുന്നേ നെജ്റാൻ എന്ന് പറഞ്ഞാൽ അതിസമ്പന്നമായ സമൃദ്ധിയുടെ, കൃഷിയുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഈ സ്ഥലങ്ങൾക്ക് തൊട്ട് പുറകിലായിട്ട് തന്നെ ഇവിടെ വളരെ പല മുകളിലായിട്ട് നിന്ന് ഒഴുകുന്ന വളരെ ഗംഭീരമായിട്ടുള്ളൊരു വാദി ഉണ്ട്. അതും ഈ നെജ്റാനിനെ ഫലഭൂഷ്ടിയുള്ള മണ്ണാക്കുന്നതിനും നല്ല കൃഷിയിടങ്ങളാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പല രീതിയും ആ വാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈൽ നദി. അപ്പോൾ അതിനെയാണ് നമ്മൾ വാദി എന്ന് പറയപ്പെടുന്നത്. പുഴ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ അറബിയിൽ വാദി എന്ന് പറയുന്നത്. ആ വാദിക്കും ഈ നെജ്റാനെ വളരെ സമ്പുഷ്ടമാക്കിയ ഒരു രാജ്യമാക്കുന്നതിൽ പങ്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത്രയും വളരെ സമ്പുഷ്ടപരമായിട്ടുള്ള സമ്പന്നമായ രീതിയിലുള്ള ഒരു രാജ്യത്തിന് പല പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കച്ചവട മേഖല സമ്പന്നമായിട്ടുള്ള രാജ്യത്തിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പല മരുഭൂമികളിൽ നിന്നും പല രാജാക്കന്മാരും ഇവിടെ വരുമായിരുന്നു. അങ്ങനെ പലരും വന്ന് ഭരിച്ചു പോയ ഒരു പട്ടണമാണ് നമ്മൾ അങ്ങകലെ കല്ലുകളാൽ കെട്ടപ്പെട്ട കാണുന്ന ഒരു പട്ടണം. ഈ പട്ടണം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അങ്ങ് അപ്പുറം കാണുന്ന പട്ടണമല്ല, ഇവിടെ ആയിട്ട് കാണുന്ന കുറേ കല്ലുകളൊക്കെ വെച്ച് കെട്ടിയിട്ടിരിക്കുന്നൊരു കാണുന്നില്ലേ നിങ്ങൾ, ആ സംഭവം, ആ സ്ഥലം ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ അകത്ത് പോയി വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് പരിചയപ്പെടുത്തി തരാം. അതോടൊപ്പം തന്നെ ഈ പട്ടണത്തിൽ വേറെയും കുറേ അത്ഭുതങ്ങളുണ്ട്. ഇത് ഖുർആനിലൊക്കെ പറയപ്പെടുന്ന, അല്ലെങ്കിൽ ബൈബിളിൽ
യേശുവിനെ മുൾക്കിരീടം കൊണ്ട് ചൂടിച്ച് കൊണ്ടുപോയ ആ സിദിർ എന്ന് പറയപ്പെടുന്ന വൃക്ഷമാണ്. അപ്പോൾ ഈ വൃക്ഷത്തിൻ്റെ കറക്റ്റ് മലയാളം എനിക്കറിയില്ല, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ സിദിർ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു കിരീടം ചൂടിയ ആ ഒരു മരമാണ്. ഇതിൻ്റെ മുള്ളുകൾ കൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ തലയിൽ കിരീടം ചൂടിക്കൊടുത്തത്. അപ്പോൾ അങ്ങനെയും പല പല ചരിത്രങ്ങളുമുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ സൗദി അറേബ്യയിൽ തന്നെ ഏറ്റവും വലിയ പഴക്കമുള്ള സിദിർ മരങ്ങൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഏത്, നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിജ്റാനിലെ ആർക്കിയോളജിക്കൽ സൈറ്റായിട്ടുള്ള അൽ ഉഖ്ദൂദ്. അപ്പോൾ അൽ ഉഖ്ദൂദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആദ്യം നമുക്ക് ഒരു ചരിത്ര സംഭവമായ കാര്യത്തിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ ഈ പട്ടണത്തിന് തൊട്ടരികിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഒരു മ്യൂസിയം. ഇത് ചരിത്ര സംഭവങ്ങളിലേക്ക് പരിചയപ്പെടുത്തി വരുന്ന ഒരു മ്യൂസിയമാണ് അവിടെ ഉള്ളത്. അവിടെ നമുക്ക് കയറാൻ ഇപ്പോൾ ടൈം ഏകദേശം 5:45. അപ്പോൾ ഇവിടെ കയറാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ഈ മ്യൂസിയത്തിനകത്ത് കയറുന്നതല്ല, ഈ മ്യൂസിയത്തിനകത്ത് കയറുകയും ഈ സ്ഥലങ്ങളൊക്കെ ഫുള്ള് കറങ്ങി സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈം. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഒരു മതിൽ, ചുറ്റുമതിലുകളായി ഏകദേശം ഒരു 5-6 കിലോമീറ്ററായിട്ട് ഇങ്ങനെ ചുറ്റി ആ മലകൾക്ക് സൈഡിലൂടെ ഇങ്ങനെ ചുറ്റി വന്ന് മറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ഇത്. ഇവിടുത്തെ സൗദി ഗവൺമെൻറ് ഇത് ഫുള്ളായിട്ട് മൂടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ ഈ സ്ഥലത്തിന് പറയാനുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ ചരിത്രം ഖുർആനിൽ എടുത്തു പറയപ്പെടുന്ന ഒരു സ്ഥലമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 20,000-ഓളം ജനങ്ങളെ മൃഗീയമായി കൊല്ലപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അള്ളാഹു ആ സ്ഥലത്തിന് പറയപ്പെടുന്ന ഒരു ചരിത്രപരമായിട്ടുള്ള സംഭവമാണ്. അത് സൂറത്തുൽ ബുറൂജ് എന്ന സൂക്തത്തിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥമൊക്കെ വായിച്ച് നോക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സ്ഥലത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളിപ്പോൾ ഈ ഒരു ചരിത്രം നമ്മളിങ്ങനെ പറയാൻ നേരത്ത് ഈ ചരിത്രത്തിൻ്റെ തുടക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് അന്ന് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളുണ്ടല്ലോ, അതായത് മുസ്ലിമീങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നത് പോലെ അന്ന് മുസ്ലിം ആയതിൻ്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് ഇവിടുത്തെ കുറേ ചരിത്ര സംഭവമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനകത്ത് പ്രധാനപ്പെട്ട കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ചരിത്രത്തെ പറ്റി അറിയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് 200 വർഷം മുന്നേ നടന്ന സംഭവമാണ് ഈ സ്ഥലത്ത് നടന്ന നമ്മൾ പറയാൻ പോകുന്ന ചരിത്രം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ സംഭവങ്ങളൊക്കെ അറിയാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തൊരു ചരിത്രം കൂടിയിട്ടാണ്. ഇവിടെ ആദ്യം ഭരിച്ചിരുന്നത് ഒരു ജൂത വിഭാഗം, അതായത് ജൂതന്മാരായിരുന്നു, ബനു ഇസ്രായേൽ അല്ലെങ്കിൽ അങ്ങനെ ജൂത വിഭാഗമായിരുന്നു ഇവിടെ. ഈ പണ്ട് നിങ്ങൾക്കറിയാമല്ലോ അവരൊക്കെ ഭരിച്ചിരുന്നൊരു കാലഘട്ടം. അതിനുശേഷം ഈസാ നബി അലൈഹി സ്വലാമയുടെ കാലഘട്ടത്തിൽ ഇവിടെ മുഴുവനായിട്ടും ജൂത വിഭാഗങ്ങളൊക്കെ ഈ പട്ടണത്തിൽ നിന്നൊക്കെ ആട്ടി ഓടിക്കപ്പെട്ടു. പിന്നെ ഇവിടെ വീണ്ടും ക്രിസ്ത്യാനികൾ വന്നു. അപ്പോൾ ക്രിസ്ത്യാനികളുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, വീണ്ടും ഒരു ദൂനുവാസ് എന്ന് പറയപ്പെടുന്ന ഒരു ജൂത വിഭാഗം വീണ്ടും ചക്രവർത്തി ഈ രാജ്യത്തെ പിടിച്ചടക്കി. ഈ രാജ്യം എന്ന് പറയുമ്പോഴത്തേക്കും എന്തുകൊണ്ട് അവർ പിടിച്ചടക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാജ്യത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ മലകൾക്കപ്പുറം യമൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് ഒരുപാട് കച്ചവട സംഘങ്ങൾ അല്ലെങ്കിൽ പല രാജ്യത്തു നിന്നും, അതായത് രാജ്യം എന്ന് പറയുമ്പോഴത്തേക്കും മദീന, മക്ക അല്ലെങ്കിൽ പല പ്രധാനപ്പെട്ട സിറിയ, ഷാം എന്നുള്ള നഗരങ്ങളിൽ നിന്നൊക്കെ കച്ചവട സംഘങ്ങൾ ഇതുവഴി അവരുടെ പ്രധാനപ്പെട്ട ഒരു യാത്ര മധ്യരേഖയായിരുന്നു ഈ നെജ്റാൻ. അപ്പോൾ എല്ലാ കച്ചവട സംഘങ്ങളും ഇതുവഴി പോകും. കാരണം നമ്മൾ മരുഭൂമി കഴിഞ്ഞിട്ടൊരു പച്ചപ്പ് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പച്ചപ്പും അങ്ങനെ വളരെ സന്തുഷ്ടകരമായിട്ടുള്ള കച്ചവട സാധനങ്ങളൊക്കെ മേടിക്കാനും കച്ചവടങ്ങളൊക്കെ നടക്കുന്ന വളരെ സമ്പന്നമായ ഒരു ജനങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ് ഈ പറയപ്പെടുന്ന നെജ്റാൻ എന്ന് പറയപ്പെടുന്ന ഈ പട്ടണം. ഞാനിപ്പോൾ പറയപ്പെടുന്ന പട്ടണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വെളിയിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇന്ന് വെറും തരിശായി കിടക്കുന്നൊരു ഭൂമിയാണ്, ആരുമില്ലാതെ കിടക്കുന്നൊരു ഭൂമി. പക്ഷേ ഈ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഈ പട്ടണത്തിൽ അന്ന് എല്ലാ വലിയ വലിയ വീടുകളും അന്നുള്ള ആൾക്കാർ ധരിച്ചിരുന്ന ആഭരണങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ
നമ്മൾ അങ്ങനെ ഈ ദൂനുവാസ് എന്ന് പറയുന്ന ചക്രവർത്തി ആ ക്രൈസ്തവ രാജാവിനെ ഇവിടെ അതിനു മുന്നേ ഭരിച്ചിരുന്ന ക്രൈസ്തവ രാജാവിനെ ആട്ടി ഓടിച്ചതിന് ശേഷം അദ്ദേഹം ഇവിടുത്തെ ഈ ഭരണം ഏറ്റെടുക്കുകയും ഇവിടെയുള്ള ക്രൈസ്തവരായിട്ടുള്ള ജനങ്ങളെ മുഴുവനും ജൂത വിഭാഗത്തിലോട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്, അവർ വിവർത്തനം നടത്തുകയും ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈസാ നബി അലൈഹി സ്വലാമയുടെ കാലഘട്ടത്തിന് ശേഷം, അതായത് ഞാൻ പറഞ്ഞു ഈസാ നബി അലൈഹി സ്വലാമയുടെ കാലഘട്ടത്തിന് ശേഷം ഒരു 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ആ ഒരു ഗ്യാപ്പിൽ എന്താണ് ഇവിടെ മുസ്ലിം അതായത് ഇസ്ലാം മതം കൂടി വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു ഈ ഇസ്ലാം മതം വിശ്വസിച്ച ഈ ദൂനുവാസ് ചക്രവർത്തി നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ജൂത രാജാവ് നോക്കുമ്പോൾ പുതിയൊരു മതം ഇവിടെ വരികയും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോസിനകത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ ഒരു മതം ഇങ്ങനെ പരിവർത്തനം നടക്കുന്നത് മനസ്സിലാക്കിയിട്ട് ജനങ്ങളോടായിട്ട് ഇതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടിയിട്ട് അവരെ ഈ പട്ടണത്തിന്, അതായത് നമ്മൾ കാണുന്ന ആ പൊളിഞ്ഞു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ കോട്ടയ്ക്ക് ചുറ്റുമായിട്ട്, ചിലപ്പോൾ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് വലിയ വലിയ കിടങ്ങുകൾ, ഉഖ്ദൂദ് എന്ന് പറയുന്ന കിടങ്ങുകൾ നിർമ്മിക്കുകയും ആ കിടങ്ങിലിട്ട് അവരെ തീയിട്ട് കൊല്ലുകയും ചെയ്തു, ഏകദേശം 20,000-ഓളം ജനങ്ങളെ. അതിനുശേഷം ഈ സംഭവങ്ങൾ അറിഞ്ഞ് പല രാജ്യത്തു നിന്നും രാജാക്കന്മാർ വന്ന് ദൂനുവാസ് എന്ന് പറയുന്ന ചക്രവർത്തിയെ അതിക്രൂരമായി വധിക്കപ്പെടുകയൊക്കെ ചെയ്തു. അതിനുശേഷവും പലരും ഈ രാജ്യം ഭരിക്കുകയും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം. അപ്പോൾ അതിനകത്ത് ഖുർആനിൽ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഏത്, ഈ 20,000-ഓളം വരുന്ന ജനങ്ങൾ മുസ്ലിം ആയതിൻ്റെ പേരിൽ. അത് ഓരോരുത്തരും മുസ്ലിമായി അവരെ കൊല്ലുന്നത് കണ്ട് കൂടെ നിന്ന മുഴുവൻ ആൾക്കാരും ആ മുസ്ലിം ആവുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ 20,000-ഓളം വെറുതെ അവരൊന്നും ചെയ്തിട്ടല്ല, ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളത് മാത്രം ഒരൊറ്റ തെറ്റുകൊണ്ട് മാത്രം വധിക്കപ്പെട്ട 20,000-ഓളം ജനങ്ങളുടെ ഒരു ശവക്കല്ലറ കൂടിയാണ് ഈ സ്ഥലം. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇവിടെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറെയും കുറച്ച് കാര്യങ്ങൾ ഞാൻ സിദർ മരത്തെ പറ്റിയും നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് പോയ ആ പട്ടണത്തെയും നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ മ്യൂസിയത്തിൽ പോയി അന്ന്, അതായത് ആ കാലഘട്ടത്തിൽ ഇവിടെയുള്ള രാജാവും രാജാവിൻ്റെ പത്നിയും ഇവരുപയോഗിച്ചിരുന്ന ആഭരണങ്ങളും ഇവരുപയോഗിച്ചിരുന്ന, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഇവർ വളരെ സമൃദ്ധിയിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അതായത് വളരെ പണക്കാരായിരുന്നു ഇവിടുത്തെ ജനങ്ങളെന്ന് പറഞ്ഞില്ലേ, നിജ്റാനിലെ നിവാസികൾ. അപ്പോൾ അവരെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒട്ടകങ്ങൾ, കന്നുകാലികൾ, കൃഷി, പിന്നെ അതുപോലെ തന്നെ ഈ പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന കച്ചവടങ്ങളൊക്കെ നടന്നിരുന്നൊരു മേഖലയായിരുന്നതുകൊണ്ടും ഇവർ ഭയങ്കരമായ 1800 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല രീതിയിൽ ഉള്ള ആഭരണങ്ങളൊക്കെ ഇവർ ധരിച്ചിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഇപ്പോൾ ആ മ്യൂസിയത്തിനകത്ത് ഇരിപ്പുണ്ട്. ഞാനത് കൊണ്ടുപോയി നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും ഈ മരത്തിനെ പറ്റിയും അതുപോലെ തന്നെ ആ കൊട്ടാരത്തിനെ പറ്റിയും അവിടെയുള്ള കിടങ്ങുകളെ പറ്റിയും അതുപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന ആഭരണങ്ങളെ പറ്റിയും അവരുടെ രീതികളെ പറ്റിയും അവരെന്തൊക്കെ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നതെന്നും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. ചരിത്രം ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.